ഞാനാണ് അമ്പൻ. ഞാനാണ് ഈ സിറ്റിയിലത്തെ ഏറ്റവും വലിയ ഗാങ്സ്റ്റർ. എൻ്റെ പേരാണ് അമ്പാൻ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ പരിപാടി അങ്ങ് തുടങ്ങാം. എന്ത് പരിപാടി? ആൾക്കാരനെ പിസ്റ്റലെടുത്ത് കൊല്ലണ പരിപാടി. ഇവിടെ ഒരു ചേച്ചി നിൽക്കണ്ട, അതൊന്നും വേണ്ട. നമുക്ക് വേറെ ആരെയും കണ്ടോ നോക്കാം. ഇവിടെ വേറെ ആരെയും കാണാനില്ല. നമ്മൾ ഈ ഒരു ഒമ്നി വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇവിടെ ഒരു ചേച്ചി നിൽക്കുന്നുണ്ട്, നമുക്ക് ഈ ചേച്ചിൻ്റെ അടുത്ത് ചോദിച്ച് നോക്കാം. ചേച്ചി മര്യാദയ്ക്ക് കൈ വയ്ക്കി നിന്നോ, അല്ലെങ്കിൽ ഞാൻ കൊല്ലും. അയ്യോ, ഇയാളെന്നെ കൊല്ലാൻ പോണല്ലോ. ഓടിക്കോ, ഇയാളെന്നെ കൊല്ലാൻ പോണു. അത്രയ്ക്കോ ഞാൻ? എന്നാ പിന്നെ ഇതാ ഓടിച്ചോ. എൻ്റെ അടുത്ത് കളിക്കാൻ നിന്ന് അങ്ങനെ ഇരിക്കും. ഗൈസ്, നമ്മളങ്ങനെ അവരിനെ കടത്തിയിട്ടുണ്ട് അവിടെ. നമുക്ക് വേറെ ആളുണ്ടാ നോക്കാം. ഇവിടെ ജുറാസിക് പാർക്കിൽ ഒരാൾ നിൽക്കുന്നുണ്ട്, നമുക്ക് ഇയാളിനെ അടുത്ത് കൊല്ലാം. ഗൈസ് നമുക്കൊരു കാര്യം ചെയ്യാം, ഇയാളിനെ കൊല്ലണം. അവിടെ പിസ്റ്റലെടുത്ത് കൊല്ലണം ഗൈസ്. അയ്യോ, ഇയാളിനെ കൊല്ലാൻ വരണല്ലോ. അയ്യോ, നമുക്ക് പെട്ടെന്ന് ഓടാം. ഇയാളിനെ കൊല്ലാൻ നോക്കണം. അയ്യോ, നമുക്ക് പെട്ടെന്ന് ഓടണം. ഇയാളെ വെടിവെക്കണ മുമ്പേ നമുക്ക് പെട്ടെന്ന് ഓടാം, അതായിരിക്കും നല്ലത്. അയ്യോ, എൻ്റെ കാല് വേനയാണല്ലോ. അയ്യോ ഗൈസ്, അങ്ങനെ നമ്മൾ അയാളെയും കടത്തിയിട്ടുണ്ട് ഗൈസ്. നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ വണ്ടി എടുക്കുക ഗൈസ്. നമ്മൾ വണ്ടിയൊക്കെ എടുത്തിട്ടുണ്ട്, നമുക്ക് നേരെ പോവാം. ഇതായിരിക്കും നല്ലത് ഗൈസ്. ഈ സൂപ്പറായിട്ടൊന്ന് പണി പാളിയെന്നുള്ളൂ, വേറൊന്നുമല്ല. നമ്മുടെ ബാക്കിൽ ഇതേ പോലീസ് വന്നു. അശ്യോ, ഇനിയിപ്പോൾ എന്താണ് ചെയ്യുക? ഇനിയിപ്പോൾ വേറെ വഴിയില്ല, നേരെ നമ്മുടെ ജുറാസിക് പാർക്കിലേക്ക് വിടുക. അവിടെ മാത്രമേ സ്ഥലമുള്ളൂ, അവിടെ മാത്രമേ പോലീസ് വരാണ്ടിരിക്കുള്ളൂ. നമുക്കൊരു കാര്യം ചെയ്യാം, നേരെ ജുറാസിക് പാർക്കിൻ്റെ ഏരിയയ്ക്ക് പോവാം. അവിടെയാണെങ്കിൽ വരില്ലല്ലോ പോലീസൊന്നും, പെട്ടെന്ന് പോവാം, അതായിരിക്കും നല്ലത് ഗൈസ്. ഓക്കെ. അയ്യോ ഗൈസ്, നമുക്ക് പെട്ടെന്ന് പോകണം. ഇവിടെ പോലീസ് നമ്മുടെ ബാക്കിൽ തന്നെ വന്നുകൊണ്ടിരിക്കണം. അയ്യോ, ചേച്ചി മാറി നിന്നോ, ജിയോ ആണെങ്കിൽ മാറി നിന്നാൽ മതി. നമ്മൾ ആരിനെ കൊന്നാലും നമുക്ക് കുഴപ്പമില്ല. ഈ പോലീസ് എന്താ പറയുക, നമ്മുടെ ബാക്കിൽ തന്നെ വന്നുകൊണ്ടിരിക്കണ്. ഇതേ ഡോറൊക്കെ പറന്നു ഈ പോട്ട പോലീസ് കാരണം. അയ്യോ, ഇടിക്കലോ. അപ്പം എങ്ങനെ ഇരിക്കണ് ഐസ്? ഇടിച്ചു പൈസ നമ്മുടെ വണ്ടി. ആകുള്ളൊരു വണ്ടിയാണത്, ഇപ്പം അതും ഡാമേജായി. നമ്മുടെ ആകുള്ളൊരു ഒമ്നിയാണ് ഈ. അതിപ്പോൾ എന്തെങ്കിലുമൊക്കെ ആവട്ടെ. ഒരു കാര്യം ചെയ്യാൻ, നേരെ ജുറാസിക് പാർക്കിൻ്റെ ഉള്ളിൽ കയറാൻ നോക്കിയപ്പോൾ ഇതാണ് അവസ്ഥ. ഓ, ഈ വണ്ടി തിരിക്കാൻ ഭയങ്കര പാടാടേ. ഇതെന്ത് പാടാണ് ഈ വണ്ടി തിരിക്കാൻ. മനുഷ്യന് ശ്വാസം എടുക്കാൻ പോലും കിട്ടുന്നില്ല പറഞ്ഞിട്ട്. നമ്മളങ്ങനെയൊക്കെ ഒത്തിയിട്ടുണ്ട് ഗൈസ്. ഭാഗ്യത്തിന് നമ്മളങ്ങനെയൊക്കെ ഒത്തിയത്. എന്താ ഗൈസ് നമ്മുടെ വാണ്ടറ്റിലോല് പോവാത്തേ? പെട്ടെന്ന് പോടാ വാണ്ടറ്റിലോലേ. അത് എന്താണ് ഗൈസ് പോവാത്തത്? പെട്ടെന്ന് പോകും, എനിക്കറിയാം ഗൈസ്. നമ്മുടെ വാണ്ടറ്റിലോലൊക്കെ പോയിട്ടുണ്ട് കേട്ടോ, എന്തെങ്കിലുമൊക്കെ ആവട്ടെ. പോയില്ലേ, അത് മതി. ഇനി നമുക്ക് നേരെ അടുത്ത ആളിനെ കൊല്ലാൻ പോവാം. കഴിഞ്ഞിട്ടില്ല, ഇനി ഒരാളും കൂടി ബാക്കിയുണ്ട്. അതേനെ കഴിഞ്ഞു ഗൈസ്. അതേനെ എന്താ നടക്കുകയെന്ന് നിങ്ങൾ കാണാൻ പോണേ ഉള്ളൂ. അതെനിക്കും അറിയില്ല എന്താ നടക്കാൻ പോണെന്ന്, വെറുതെ പറഞ്ഞു എന്നേ ഉള്ളൂ. ക്രാഷ് ആവലേ. അപ്പം ഈ വണ്ടി വെറുതെ ഡാമേജ് ആവണ്ടല്ലോ, നമുക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങാം, അതായിരിക്കും നല്ലത്. അവിടെ ആരെയും കാണാനില്ല, അവിടെ ഒരാൾ നിൽക്കുന്നുണ്ടല്ലോ, നമുക്ക് അയാളുടെ അടുത്ത് പോയി ചോദിച്ച് നോക്കാം, അതായിരിക്കും നല്ലത്. ഗൈസ്, നമ്മളങ്ങനെ അയാളുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇയാളിനടുത്ത് പിസ്റ്റൽ വെച്ച് കൊല്ലുക, അതായിരിക്കും നല്ലത്. എടാ ഹാൻഡ്സ് അപ്പ്, അല്ലെങ്കിൽ നിന്നെ അടിച്ച് കൊല്ലുന്നേ. അത്രക്കേ നിനക്ക്? അതെപ്പോഴും എനിക്കൊന്നും കാണണം എന്നെ കൊല്ലുന്നത്. അങ്ങനെയാണ്. ഇതാ പിടിച്ചോ. 1 2 3 4 5. നമ്മളങ്ങനെ അയാളിനെയും കടത്തിയിട്ടുണ്ട് ഗൈസ്. അങ്ങനെ ചെയ്യാൻ, നേരെ വണ്ടി എടുത്ത് പോവുക. വണ്ടി എടുത്ത് പോകുമ്പോഴാണ് ചെറിയ പ്രശ്നം, വേറൊന്നുമില്ല. നമ്മുടെ സൈഡിൽ ഇതേ വാണ്ടറ്റ് ലെവലുണ്ട്. സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ സമാധാനമായി. ഇതെന്താ പറയുക, ഈ വാണ്ടറ്റ് ലെവൽ നമ്മുടെ ബാക്കിൽ തന്നെ വന്നുകൊണ്ടിരിക്കുന്നത്. നല്ല പണിയില്ലേ ഈ വാണ്ടറ്റ് ലെവലിനെ. നമ്മളാകെ ഒമ്നി വെച്ചിട്ടാണ് ഇപ്പോൾ പറപ്പിച്ചുകൊണ്ടിരിക്കണത്, വേറെ വഴിയില്ല. ഓമ്നി വെച്ചിട്ട് തന്നെ പോകണം. അയ്യോ, നമുക്ക് പെട്ടെന്ന് നമ്മുടെ സ്ഥലത്തേക്ക് പോകും. അവിടെ ഞാൻ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഞാൻ ജുറാസിക് പാർക്കിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ചേട്ടാ, ജീവമണി മാറി നിന്നോട്ടാ. ഈ ജുറാസിക് പാർക്കിൻ്റെ ഉള്ളിൽ കയറാം. അയ്യോ, ജുറാസിക് പാർക്കിൻ്റെ ഉള്ളിലൊക്കെ അങ്ങനെ കയറിയിട്ടുണ്ട് ഗൈസ്. അങ്ങനെയൊക്കെയോ കയറി, ജസ്റ്റ് മിക്സിനാണ്. അല്ലെങ്കിൽ ഇപ്പോൾ പോലീസ് പിടിച്ച് കടിച്ച് തിന്ന തന്നെ. പിന്നെ പോലീസ് എന്നെ കടിക്കാൻ ഞാൻ തിരിച്ചു കടിക്കും, അതിൻ്റെ പിസ്റ്റൽ വെച്ചടിക്കും.
ഗൈസ് ഇതെന്താണ് ഗൈസ്? നമുക്കൊരു കാര്യം ചെയ്യാം, രംഗണ്ണനെ വിളിക്കുക. ആ അമ്പാനെ എന്താണ്? രംഗണ്ണ അവിടെ തന്നെ പോലീസ് പിടിക്കാൻ വന്നേക്കണം, ഒന്ന് രക്ഷിക്കുവോ? ആടാ ഞാൻ രക്ഷിക്കുക, അതേ വരുന്നു. ഓക്കെ രംഗണ്ണ, പെട്ടെന്ന് വാ. അമ്പാനെ ഞാൻ എന്താ വരുന്നു. ഇവൻ ഈ ജുറാസിക് പാർക്കിന്റെ ഇവിടെ എവിടെയോ ഉണ്ട് എന്നാണല്ലോ പറഞ്ഞത്. ഇവിടെ കാണാനൊന്നുമില്ലല്ലോ. എന്നാലും ആ സെറ്റ് എൻ്റെ ബാക്കിൽ അപ്പോൾ പോലീസ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാലും അങ്ങനെ എൻ്റെ ബാക്കിൽ ഞാനല്ലേ അവൻ രക്ഷ പോണു. അപ്പോൾ എൻ്റെ ബാക്കിലും വരും. നമുക്ക് പെട്ടെന്ന് ആകുള്ളത് എനിക്ക് ഫോർച്യൂണറാണ്. അതിന് ഈ പോലീസ് മണ്ടന്മാർ ഇടിച്ചിട്ടു. ഈ പൊട്ടന്മാർക്ക് വേറെ പണിയില്ലേ, വെറുതെ വെടിച്ച് കൊല്ലണമാണ് പണി. വെറുതെ വണ്ടികളിനെ ഡാമേജ് ആക്കണതാണ് ഈ പൊട്ടന്മാർക്ക് പണി. നമുക്കൊരു കാര്യം ചെയ്യാം, നേരെ നമുക്ക് എന്താണ് ഈ ജുറാസിക് പാർക്കിൻ്റെ ഉള്ളിൽ കയറാൻ നോക്കാം. ഇവിടെ അങ്ങനെ ജുറാസിക് പാർക്കൊക്കെ എത്തിയിട്ടുണ്ട്. പെട്ടെന്ന് ജുറാസിക് പാർക്കിൻ്റെ ഉള്ളിൽ കയറാം. നമ്മൾ അങ്ങനെയൊക്കെ കയറി ഗൈസ്. ഭാഗ്യം നമ്മളെങ്ങനെയൊക്കെയോ കയറിയില്ലേ. ഇതിനുള്ള കറക്റ്റ് ടൈമിലാണ് കയറിയേ. രംഗണ്ണ ഇവിടെ അവിടെ ഉണ്ടാവുന്നാണല്ലോ പറഞ്ഞത്, ഇവിടെയൊന്നും കാണാനില്ല. ആ ചിലപ്പോൾ ഇവിടെ എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും, അങ്ങനെ വഴിയുള്ളൂ. ഇവിടെ എവിടെയെങ്കിലൊക്കെ ഉണ്ടാവേണ്ടതാണല്ലോ, കാണാനില്ല. ഇവിടെ എത്തിയൊക്കെയാണ് രംഗണ്ണൻ വിളിച്ചപ്പോൾ പറഞ്ഞത്, ഇപ്പം കാണാനില്ലല്ലോ. ഈ രംഗണ്ണൻ്റെ അവിടെ പോയി കിടക്കുക, കുറേ നേരം തപ്പാൻ തുടങ്ങിയിട്ട്. ആ ഗൈസ് കറക്റ്റ് സമയത്താണ് നമ്മുടെ വണ്ടി പഞ്ചറായേ. ഇതുകൊണ്ട് നമ്മുടെ വണ്ടീൻ്റെ ടയർ പഞ്ചറായി. അയ്യോ ഗൈസ്, ഈ പോലീസുകാരൻ നമ്മളെ വെടി വെക്കണ്ടല്ലോ. അയ്യോ ഇതെന്താണ് ഗൈസ്, നമുക്ക് പെട്ടെന്ന് ഓടി രക്ഷപ്പെടാം. ഗൈസ് സെറ്റായി, ഞാനും രംഗണ്ണനും ജയിലിലേക്ക് വന്നു. അമ്പാനെ നിൻ്റെ അടുത്ത് ഞാൻ അപ്പോഴേ പറഞ്ഞല്ലോ അങ്ങനെ ചെയ്യണ്ടെന്ന്. അപ്പോൾ നീ എന്ത് പറഞ്ഞു? ഞാൻ ചെയ്യുന്നില്ലേ. ഇപ്പം എങ്ങനെ ഇരിക്കണ്?